ഹലോ, ഇത് നാട്ടിൽ ഞാൻ വന്ന ദിവസം കേട്ടോ. ഞാൻ സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു വന്ന കുറച്ച് സംഭവങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇവർക്ക് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ബൊക്കെയൊക്കെ തന്നു. അപ്പം അമ്മ ആ ബൊക്കെ ഫ്ലവർ വേസിൽ വെക്കാനുള്ള തന്ത്രപ്പാടില്ല കണ്ടോ, നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ബൊക്കെയായിരുന്നു. പിന്നെ വന്ന് നേരെ കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ പുറത്ത് പോകാൻ ഇറങ്ങി. രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് പോസ്റ്റൊക്കെ ആയി. അപ്പം ഞാൻ ചുമ്മാ ഫോണും കുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പുറത്ത് പോയി കറക്കം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും വൈകുന്നേരമായി. ഏകദേശം 3:30 3:45 ആയിട്ടായി. അപ്പോഴാണ് പിന്നെ ലഞ്ച് കഴിക്കുന്നത്. ബിക്കോസ് എനിക്ക് നാട്ടിൽ വന്നതേ ഉള്ളത് കൊണ്ട് ഹോം മെയ്ഡ് ഫുഡിനോട് ഭയങ്കര താല്പര്യമാണ് ഇപ്പം. നമുക്ക് വല്ലപ്പോഴും കിട്ടുമ്പോൾ ഭയങ്കര വിലയാണല്ലോ ഈ സാധനത്തിന്. ഇപ്പം നല്ല ഇതിൽ ആസ്വദിച്ച് നല്ല ലൂണൊക്കെ കഴിച്ച് ചോറും സാമ്പാറൊക്കെ കൂട്ടി നല്ലതായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെയും ഒന്ന് പുറത്തു പോയി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പൂ അവിടെ കുക്കീസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഇളയ അനിയനവൻ. അപ്പം ഇവനും അത്യാവശ്യം കുക്കിങ്ങും ബേക്കിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പിന്നെയും പുറത്ത് വൈകുന്നേരമൊക്കെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നപ്പോൾ അവൻ ഉണ്ടാക്കിയ കുക്കീസ് എനിക്ക് തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി സക്സസ് ആവുന്ന ഐറ്റമാണ്. ഭയങ്കര ഇവൻ്റെ ഹിറ്റായിട്ടാണ്. അതിന് നല്ല ഡിമാൻഡ് ഈ സാധനത്തിന് ഇവിടെ. നല്ല ടേസ്റ്റ് അവൻ ഉണ്ടാക്കുന്ന ഈ സാധനത്തിന്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെയാണ്, പക്ഷെ അതിലൊക്കെ അവൻ നല്ല മാസ്റ്റർ പീസ് സാധനങ്ങൾ അവൻ്റേത്. അതാണ്ട് അപ്പു കാലൊടുക എല്ലാം പിന്നെ കോട്ട പോലെ അവൻ കൊടുക്കുന്നത്. ഉള്ളി 2 ഉള്ളി 3 എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെയും കെഞ്ചിക്കൊണ്ടിരിക്കും, ഒരെണ്ണം കൂടെ തരാവോ എന്ന് ചോദിച്ചുകൊണ്ട്. ഉണ്ടാക്കുന്ന ആൾക്ക് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ടേ കഷ്ടപ്പാടാണ് കിട്ടാനൊക്കെ. ഈ ഹാപ്പി റിയാക്ഷൻ കണ്ടല്ലോ. ഇനി എനിക്കൊന്ന് കിടന്നുറങ്ങണമെങ്കിൽ ഞാൻ ഈ റൂം വൃത്തിയാക്കിയാൽ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റും രാത്രിയിൽ. ഇപ്പോഴത്തെ എൻ്റെ റൂമിലെ കോലം എന്താണെന്ന്. കണ്ടോ, ഈ ബെഡിരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ആൻഡ് ഈ ബാഗ് മാത്രമേ ഞാൻ കാലിയാക്കിയുള്ളൂ, ഈ പെട്ടി മാത്രമേ ഞാൻ കാലിയാക്കിയിട്ടുള്ളൂ. 1 2 3 4 5 അതൊരു കുഞ്ഞിപ്പെട്ടിയാണ്. ഇതെല്ലാം കാലിയാക്കി 6 അവിടെ ഒരു ബാഗ് 6, പിന്നെ അതിൻ്റെ പുറകിലൊരു ബാഗുണ്ട് 7. ഇതെല്ലാം കാലിയാക്കി വൃത്തിയാക്കിയാലേ എനിക്കിന്ന് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. വാട്ട് വിൽ ഐ ഡു ഗൈസ്? എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വന്ന ടൈം മുതലേ ഓരോരോ പണികളായിട്ട് കറങ്ങിയടിച്ച് നടന്നിട്ട് ഇപ്പോൾ രാത്രി വീട്ടിൽ വന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇന്ന പെണ്ണുമേ. അപ്പം ഞാൻ വൃത്തിയാക്കട്ടെ.